നമ്മൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ ഈ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് തിയറംസ് ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോയാൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ആദ്യം തന്നെ സർക്കിൾസ്. എന്താണ് സർക്കിൾസ്? സർക്കിൾസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സർക്കിൾസിനെ റിലേറ്റ് ചെയ്ത് കാണുന്നതാണ്. ബാംഗിൾസ്, റിംഗ്സ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഈ സർക്കിൾ എന്ന ഷേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. നമുക്കറിയാം ഏതൊരു ഷേപ്പിന്റെയും ഒരു ബേസിക് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്. ഒരു പോയിന്റിൽ നിന്നാണ് ഏതൊരു ഷേപ്പും ഉണ്ടാവുന്നത്. അപ്പോ നമുക്കറിയാം സർക്കിളിന്റെ ഡെഫിനിഷനിലോട്ട് പോകാം. സോ സർക്കിൾ ഇസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഈ പോയിന്റ് O എന്ന് കൊടുത്തിരിക്കുന്നതാണ് സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രം. ഈ പോയിന്റ് Oയിൽ നിന്നും സർക്കിളിന്റെ ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് will be equal. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. സപ്പോസ് ഇതൊരു 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു സെന്ററിൽ നിന്നും സർക്കിളിന്റെ മേളിലുള്ള ഏതൊരു പോയിന്റ്, ഏത് ഏരിയയിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിലും അവിടുത്തെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് റേഡിയസ് അഥവാ ആരം എന്നുള്ളതാണ്. അപ്പോ അടുത്തത് ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു 2 പോയിന്റ്സ് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് എയും ഇവിടെ ഒരു പോയിന്റ് ബിയും ഉണ്ട്. ഈ 2 പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? യെസ്, കോഡ് അഥവാ ഞാൻ എന്ന് പറയും നമ്മളതിനെ. ഈ ഒരു 2 പോയിന്റ് കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് കോഡ്. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കോഡ് വരയ്ക്കാം സർക്കിളിൽ. ഇപ്പൊ ഇതൊരു കോഡാണ്, ഇതൊരു കോഡാണ്, ഇതൊരു കോഡാണ്, അങ്ങനെ. അടുത്തത് ഇങ്ങനെ ഒരുപാട് കോഡുകൾ ഉണ്ടെങ്കിലും സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു കോഡ്, അതായത് ഒരു 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന സെന്ററിലൂടെ, അതായത് സർക്കിളിന്റെ കേന്ദ്രത്തിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, അതായിരിക്കും സർക്കിളിന്റെ ലാർജസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേര് ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് നമ്മൾ പറയും. സോ ഈ ഡയമീറ്റർ ആണ് സർക്കിളിന്റെ ഏറ്റവും വലിയ കോഡ് വിച്ച് പാസസ് ത്രൂ ഇറ്റ്സ് സെന്റർ. ഈ ഡയമീറ്റർ ഒരു സർക്കിളിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഈക്വൽ ഹാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോ ഇതൊരു സർക്കിൾ, ഇത് അതിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം അഥവാ ലാർജസ്റ്റ് കോഡ് ഓഫ് ദ സർക്കിൾ. ഈ ഒരു ലാർജസ്റ്റ് കോഡ് അഥവാ ഡയമീറ്റർ ഈ സർക്കിളിനെ 2 ഈക്വൽ ഹാഫ്സ് ആയി ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു സെമി സർക്കിൾ കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനായ റൈറ്റ് ആംഗിൾസ് ആൻഡ് സർക്കിൾസ് എന്ന ഏരിയയിലോട്ടാണ് പോകുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്തെന്ന് വെച്ചാൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് റൈറ്റ്. നമുക്ക് നോക്കാം. ഇതാണ് സർക്കിളിന്റെ ഡയമീറ്റർ. ഈ എ ബി എന്ന് ഞാൻ നെയിം ചെയ്തിരിക്കുന്നത് ഈ ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റ്സ് ആണ്. ഈ 2 എൻഡ് പോയിന്റ്സിലൂടെ ഈ സർക്കിളിന്റെ മേളിൽ ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ എപ്പോഴും റൈറ്റ് ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും അഥവാ 90 ഡിഗ്രി ആയിരിക്കും. വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. സോ നമുക്ക് നോക്കാം. അത് എവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എൻഡ് ചെയ്യാം. ഏത് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ എൻഡ് ചെയ്യാം, ബിയിൽ സ്റ്റാർട്ട് ചെയ്ത് എയിൽ എൻഡ് ചെയ്യാം. ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, അത് ഈ സർക്കിളിന്റെ മേളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കണം.
എന്നാലേ അത് 90 ഡിഗ്രി ആവുള്ളൂ. സോ നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ വരക്കാണ്. അപ്പോ ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. അത് നമുക്ക് ഇവിടെ വരച്ചാലും ഇറ്റ് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ആ ആംഗിൾ ഇവിടെ ഫോം ചെയ്താലും ഇറ്റ് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ആകെയുള്ള കണ്ടീഷൻ പറഞ്ഞു, ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്ത് സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആയിരിക്കണം എന്ന് മാത്രം. നെക്സ്റ്റ്, ഈ രണ്ട് ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും സർക്കിളിന്റെ പുറത്തേക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. അതെന്തായിരിക്കും? യെസ്, it will be always less than 90 degree. നമുക്ക് നോക്കാം. ഞാൻ എ എന്ന പോയിന്റിൽ നിന്നും സർക്കിളിന്റെ പുറത്തേക്ക് ഒരു ആംഗിൾ വരക്കാണ്. അത് ബിയിൽ വന്ന് എൻഡ് ചെയ്തു. സോ ഈ ആംഗിൾ will be always less than 90 degree. സോ 90 ഡിഗ്രിയിലും കുറവായിരിക്കും ഈ സർക്കിളിന്റെ പുറത്തുണ്ടാക്കുന്ന ആംഗിൾ. ആ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു. മറ്റുള്ള എല്ലാത്തിനും പോലെ തന്നെ എ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ഈ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുന്നതായിരിക്കും. സർക്കിളിന്റെ പുറത്ത് എവിടെയാവാം. സപ്പോസ് അത് എവിടെയായാലും ഇറ്റ് വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ലെസ് ആയിരിക്കും. ഇവിടെയാണെങ്കിലും സെയിം അങ്ങനെ തന്നെയായിരിക്കും. അടുത്തത്, ഈ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്നും സർക്കിളിന്റെ അകത്ത് കൂടി ഒരു ആംഗിൾ നമുക്ക് ഫോം ചെയ്തൂടെ? അപ്പോ അങ്ങനെ ഉണ്ടാക്കുന്ന ആംഗിൾ will be always greater than 90 degree. അഥവാ അതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ഈ സർക്കിളിന്റെ അകത്തുണ്ടാവുന്ന ഒരു ആംഗിൾ ആണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എയും എൻഡിംഗ് പോയിന്റ് ബിയും ആണ്. This will be an obtuse angle. It will be always greater than 90 degree. അത് അകത്ത് എവിടെയായാലും കുഴപ്പമില്ല. ഈ ഒരു ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആയിരിക്കണം അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്ന് മാത്രം. അത് നമ്മൾ ഇവിടെയാണെങ്കിലും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. സോ നമ്മളിപ്പോ പഠിച്ച 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും സർക്കിളിന്റെ മേലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 90 ഡിഗ്രി. അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഈ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്നും സർക്കിളിന്റെ പുറത്തുണ്ടാക്കുന്ന ആംഗിൾ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഈ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്നും സർക്കിളിന്റെ അകത്തുണ്ടാക്കുന്ന ആംഗിൾ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഓർ ഒബ്റ്റ്യൂസ് ആംഗിൾ.